ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 233 വാല്യം 5. മഗ്ദലായിലെ മേരിയുടെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ട 3 സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനം. ഈശോ പറയുന്നു, ജനുവരി മാസത്തിൽ കുഷ്ഠരോഗിയായ സൈമണിന്റെ വീട്ടിലെ അത്താഴം ഞാൻ നിന്നെ കാണിച്ചു തന്നിരുന്നല്ലോ. നിന്റെ ആത്മനിയന്താവ് മേരി മഗ്ദലിനെക്കുറിച്ചും ഞാൻ അവളോട് പറഞ്ഞ വാക്കുകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. നിങ്ങളെ സന്തോഷിപ്പിക്കാനും ആത്മാവിൽ കുഷ്ഠം ബാധിച്ചിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് താണിറങ്ങാൻ പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു നിയമം നൽകാനുമാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ പാപങ്ങൾ നിർമ്മിച്ച ശ്വാസം മുട്ടിക്കുന്ന കബറിടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ആ സാധുക്കളെ, പാപനിമിത്തം ഹീനമായി അധപതിച്ചവരെ ക്ഷണിക്കുന്നതിനുമായിട്ടാണ് ഇത് നൽകുന്നത്. ദൈവം നല്ലവനാണ്. അവൻ എല്ലാവരോടും നന്മയായി പ്രവർത്തിക്കുന്നു. മാനുഷികമായ അളവുകൊണ്ടല്ല ദൈവം അളക്കുന്നത്. മാരകമായ പാപങ്ങളിൽ തരവ്യത്യാസം കാണുന്നില്ല. പാപം ഏതു തരമായാലും ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു. അനുതാപം അവന് പ്രീതി ഉളവാക്കുകയും പാപപ്പൊറുതി നൽകാൻ മനസ്സു വരുത്തുകയും ചെയ്യുന്നു. കൃപാവരത്തോടുള്ള എതിർപ്പ് അവനെ മാറ്റമില്ലാത്ത കാർക്കശ്യമുള്ളവനാക്കുകയും ചെയ്യും. കാരണം അനുതാപമില്ലാത്തവന് പൊറുതി നൽകാൻ നീതി അനുവദിക്കുകയില്ല. മാനസാന്തരത്തിനായി നൽകപ്പെട്ട അനേക സഹായങ്ങളെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് അയാൾ പാപത്തിൽ തന്നെ മരിക്കും. 40-50% മാനസാന്തരം ഉണ്ടാകാത്തത് മാനസാന്തര വേലയ്ക്ക് ഉത്തരവാദപ്പെട്ടവർ ഉപേക്ഷ വിചാരിച്ചിട്ടാണ്. സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും സംരക്ഷിക്കുന്ന ഒരു കപട തീഷ്ണതയാണ് ഇതിന് കാരണം. അവനവന്റെ സുരക്ഷിതത്വം ഭദ്രമാക്കി സന്തോഷമായി കഴിയുകയാണിവർ. പാപച്ചെളിയിലേക്കിറങ്ങി അതിൽ മുഴുകിക്കിടക്കുന്ന ഒരാത്മാവിനെ ഉയർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടേണ്ടല്ലോ. ഞാൻ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു, ബഹുമാനം അർഹിക്കുന്നു. അഴുക്കുള്ളിടത്തേക്ക് ഞാൻ പോയാൽ ആളുകൾ എന്നെ ബഹുമാനിക്കുകയില്ല. എന്നാൽ ഇങ്ങനെ പറയുന്നവൻ സുവിശേഷം വായിച്ചിട്ടില്ലേ? സുവിശേഷത്തിൽ പറയുന്നത് ദൈവപുത്രൻ വന്നത് ചുങ്കക്കാരെയും വേശ്യകളെയും കൂടെ വിളിക്കാനാണെന്നല്ലേ? പഴയ നിയമം അനുസരിച്ച് സത്യസന്ധമായി ജീവിക്കുന്നവരെ വിളിക്കാൻ മാത്രമല്ലല്ലോ. അഹങ്കാരം മനസ്സിന്റെ അശുദ്ധിയാണെന്നും സ്നേഹമില്ലായ്മ ഹൃദയത്തിന്റെ അശുദ്ധിയാണെന്നും അവൻ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ നിന്ദിക്കപ്പെടുമോ? നിങ്ങളെക്കാൾ മുൻപേ നിങ്ങളെക്കാൾ അധികമായി ഞാൻ നിന്ദിക്കപ്പെട്ടല്ലോ. എന്നാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനുമായിരുന്നു. അഴുക്കുള്ളിടത്ത് നിങ്ങളുടെ വസ്ത്രത്തിൽ അത് പറ്റാതിരിക്കാൻ കഴിയുമോ? ആ അഴുക്കിനെ എൻ്റെ കൈകൊണ്ട് ഞാൻ തൊട്ടതല്ലേ. ഈ പുതിയ വഴിയിലൂടെ നടക്കൂ. നിങ്ങളുടെ ആദിമ മുൻഗാമികളോട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളിനെ കണ്ടുപിടിച്ച് അയാളുടെ കൂടെ താമസിക്കൂ എന്ന്. കാരണം ആളുകൾ പിറുപിറുക്കാതിരിക്കണമല്ലോ. കാരണം എല്ലാത്തിലും തിന്മ കാണാനാണ് ലോകത്തിൻ്റെ പ്രവണത. ഞാൻ തുടർന്ന് പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ, വീടെന്നല്ല ഞാൻ പറഞ്ഞത്, വീടുകൾ എന്നാണ്, ഈ ഭവനത്തിന് സമാധാനം എന്ന് അഭിവാദ്യം ചെയ്യണം. ആ ഭവനം യോഗ്യതയുള്ളതാണെങ്കിൽ സമാധാനം അതിന്മേൽ ഇറങ്ങി വരും. യോഗ്യതയില്ലാത്തതാണെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഞാൻ അങ്ങനെ പറഞ്ഞത് അനുതാപരാഹിത്യത്തിൻ്റെ നിശ്ചയമായ തെളിവുകൾ അല്ലാത്ത പക്ഷം നിങ്ങൾ എല്ലാവരോടും ഒരുപോലെ വർത്തിക്കണമെന്നുള്ളതുകൊണ്ടാണ്. ആ പ്രബോധനം ഞാൻ അവസാനിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ ആ വീട്ടിൽ നിന്നും അഥവാ പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുക എന്ന്. പാപം പൊടിയാണ്. ദൈവം നല്ല ആത്മാക്കളെ സൃഷ്ടിക്കുന്നു. മിനുസമുള്ള പളുങ്ക് പോലെയുള്ള അവർ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അവയിന്മേൽ തങ്ങുന്ന പൊടി കുടഞ്ഞോ ഊതിയോ കളയാനുള്ളതേയുള്ളൂ. ഒരു ഉപദ്രവവും ചെയ്യാതെ പൊടി നീങ്ങിക്കൊള്ളും. യഥാർത്ഥത്തിൽ നല്ലവരാകൂ.
നല്ല ഉറച്ച ഐക്യമുള്ളവരാകൂ. നിങ്ങളുടെ മധ്യത്തിൽ നിത്യമായ ധാരാളത ദൈവം ഉണ്ടായിരിക്കട്ടെ. ഭൂമിയെ സ്പർശിക്കുന്ന നിങ്ങളുടെ ചെരുപ്പിന് മുകളിലേക്ക് ഒരഴിമതിയും പ്രവേശിച്ച് നിങ്ങളെ ദുഷിപ്പിക്കുകയില്ല. ആത്മാക്കൾ എത്ര ഉയരങ്ങളിലാണ്! ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലവരും ദൈവത്തോട് ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുന്നവരുമായ ആത്മാക്കളെയാണ്. അങ്ങനെയുള്ള ആത്മാക്കൾ സ്വർഗത്തിലാണ്. ഒരഴുക്കും പൊടിയും അവിടെ എത്തുകയില്ല. ദേഷ്യപ്പെട്ട് ഒരപ്പസ്തോലന്റെ നേർക്ക് അഴുക്ക് വാരി എറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അവ തട്ടിയേക്കാം. അതായത് നിങ്ങളെ ശാരീരികമായോ ധാർമ്മികമായോ മുറിപ്പെടുത്തിയേക്കാം. നിങ്ങളെ വിഷമിപ്പിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്തേക്കാം. കാരണം തിന്മ നന്മയെ വെറുക്കുന്നു. അതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തില്ലേ? ആ അടികളും ദൂഷണവാക്കുകളും എൻ്റെ അരൂപിയെ കാർന്നു കളഞ്ഞോ? അവ എന്നെ അസ്വസ്ഥനാക്കിയോ? ഇല്ല, ഒരസ്വസ്ഥതയും ഉളവാക്കിയില്ല. കണ്ണാടിയിൽ തുപ്പുന്ന പോലെയും പഴുത്തു നിൽക്കുന്ന ഒരു പഴത്തിന് കല്ലുകൊണ്ടെറിയുന്ന പോലെയുമാണത്. ഉള്ളിലേക്ക് കടക്കാതെ അവ തെറിച്ചു പോകും. അഥവാ അല്പം കടന്നാലും ഉള്ളിൽ തോടിനകത്തിരിക്കുന്ന കാമ്പിന് കേടുവരുത്തുകയില്ല. നേരെ മറിച്ച് അതിന് പൊട്ടിമുളച്ച് പുറത്തിറങ്ങാൻ എളുപ്പമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ധാന്യമണി മരിച്ചാണ് മുള പുറപ്പെടുത്തുന്നത്. ഒരപ്പസ്തോലൻ സജീവനാകുന്നതും അഥവാ രൂപകാർത്ഥത്തിൽ അനുദിനം മരിച്ചുകൊണ്ട്, അതായത് അഹത്തിന് ആഘാതമേൽപ്പിച്ചുകൊണ്ട്. എങ്കിലും അത് മരണമല്ല, അത് ജീവനാണ്. അരൂപി മാനുഷികതയ്ക്ക് അതീതമായി, മാനുഷിക മരണത്തിന് അതീതമായി വിജയിച്ച് വാഴുന്നു. അവൾ എൻ്റെ അടുത്ത് വന്നത് സമയം കളയേണ്ടതെങ്ങനെയെന്നറിയാതെ ഒരു അലസിയായ സ്ത്രീയുടെ തോന്നലിനനുസരിച്ചാണ്. അവളുടെ ചെവികൾ ബധിരമായിരുന്നു. അവളുടെ ജഡികതയെ ചൂഷണം ചെയ്ത് അവളെ തങ്ങളുടെ അടിമയാക്കാൻ ചെവിയിൽ സദാ പാട്ടുകൾ പാടി അവളെ മയക്കി ബധിരയാക്കിയത് അവളുടെ കാമുകന്മാരാണ്. അങ്ങനെ ബധിരയായി വന്നെങ്കിലും സത്യത്തിൻ്റെ വ്യക്തമായ നിശിതമായ സ്വരം അവൾ കേട്ടു. നിന്ദിക്കപ്പെടുമെന്ന് ഭയമോ മനസ്സിലാക്കാതിരിക്കുമോ എന്ന് ശങ്കയോ കൂടാതെ ദൈവത്തെ നോക്കി സംസാരിക്കുന്ന സത്യം. തിരുനാളുകളിൽ എല്ലാ മണികളും ഒരുമിച്ചടിക്കുന്നത് പോലെ എല്ലാ സ്വരങ്ങളും വചനത്തിൽ ഒന്നായി ചേർന്നു. തുറസായ നീലാകാശത്തിൽ പാടുന്ന സ്വരം കുന്നുകളിലും താഴ്വരകളിലും മുഴങ്ങുന്നു. സംഗീതം സമതലങ്ങളിലും തടാകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സ്വരം. കർത്താവിൻ്റെ മഹിമകളെ പുകഴ്ത്തുന്ന ആനന്ദ സംഗീതം. സമാധാനകാലത്ത് കർത്താവിൻ്റെ ദിനത്തെ വളരെ ആനന്ദപൂരിതമാക്കിയിരുന്ന വലിയ ആഘോഷം നീ ഓർമ്മിക്കുന്നില്ലേ? വലിയ മണി അതിൻ്റെ അഗാധമായ മുഴക്കത്തോടെ ഒന്നാം പ്രാവശ്യം അടിച്ചുകൊണ്ട് ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? വിധികർത്താവും രാജാവുമായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ചെറിയ മണികൾ അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ മണിയോട് ഒന്നു ചേർന്നു. നല്ലവനും കാരുണ്യവാനും ക്ഷമിക്കുന്നവനുമായ കർത്താവിൻ്റെ നാമത്തിൽ. തുടർന്ന് ഏറ്റവും ചെറിയ മണി ഒരു ദേവദൂതൻ്റേതെന്ന പോലെ നേർത്ത വെള്ളിസ്വരത്തിൽ കൂട്ടിച്ചേർത്തു. ക്ഷമിക്കാനും കണ്ണടയ്ക്കാനും. ദേഷ്യത്തെക്കാളും ഉപയോഗപ്രദം ക്ഷമിക്കുന്നതാണെന്നും കാരുണ്യമാണ് കാർക്കശ്യത്തേക്കാൾ വലുതെന്നും മനുഷ്യരെ പഠിപ്പിക്കാൻ അവൻ്റെ സ്നേഹം നിർബന്ധിക്കുന്നു. അതുപോലെ പാപി ചവിട്ടി മെതിച്ച നിയമത്തെ അനുസ്മരിപ്പിച്ച ശേഷം പാപപ്പൊറുതിയുടെ സംഗീതം ഞാൻ അവളെ കേൾപ്പിച്ചു. പച്ച കലർന്ന നീല നിറമുള്ള ഒരു തൂവാല പോലെ പാപം പൊറുക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ അവളുടെ പാപാന്തകാരത്തിനുള്ളിൽ ഞാൻ കുടഞ്ഞു കാണിച്ചു. കറുത്ത നിറമുള്ളവയുടെ ഇടയിൽ പ്രതീക്ഷയുടെ ആശ്വാസവാക്കുകൾ അവർക്ക് ലഭിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. പാപപ്പൊറുതി ദാഹിച്ചു വരണ്ടിരിക്കുന്ന പാപികൾക്ക് അത് മഞ്ഞുതുള്ളി പോലെയാണ്. മഞ്ഞുതുള്ളി ആലിപ്പഴം പോലെയല്ല. ആലിപ്പഴം അസ്ത്രം പോലെ വന്നടിക്കുന്നു. മണ്ണിനുള്ളിലേക്ക് കടക്കാതെ തെറിച്ചു മാറുകയും പുഷ്പങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. മഞ്ഞുതുള്ളിയാകട്ടെ വളരെ മൃദുവായ രീതിയിൽ താണിറങ്ങി ഏറ്റവും മാർദ്ദവമേറിയ പുഷ്പത്തിൻ്റെ പട്ടുദളങ്ങളിൽ വിശ്രമിക്കുന്നത് പുഷ്പം തന്നെ അറിയുകയില്ല. അതിൻ്റെ ഉന്മേഷം പകരുന്ന ഈർപ്പം ആ ദളങ്ങൾ നുകരുന്ന മഞ്ഞുതുള്ളി
വേരിനടുത്ത് ഇറങ്ങി ഉണങ്ങി വരണ്ടു കിടക്കുന്ന മണ്ണിലേക്ക് താഴുന്നു. കണ്ണീരിൻ്റെ നനവാണിത്. നക്ഷത്രങ്ങളുടെ കണ്ണീർ, ദാഹാർത്തരായ കുഞ്ഞുങ്ങളെ ഓർത്ത് അമ്മമാർ പൊഴിക്കുന്ന കണ്ണീർ, തങ്ങളുടെ മാധുര്യം നിറഞ്ഞ ധാരാളമായ പാലിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് പോഷണമായി തീരുന്ന കണ്ണീർ. ഓ, മനുഷ്യൻ വിശ്രമിക്കുമ്പോഴും പാപം ചെയ്യുമ്പോഴും പ്രവർത്തനനിരതമായിരിക്കുന്ന പദാർത്ഥങ്ങളുടെ രഹസ്യം പാപമോചനം മാത്രമല്ല, അതുപോലെയുള്ള മഞ്ഞുതുള്ളിയാണ്. അത് ശുദ്ധി വരുത്തുക മാത്രമല്ല, പിന്നെയോ ജീവൻ പകരുന്ന പഴച്ചാറുകൾ പഞ്ചഭൂതങ്ങളിൽ നിന്നല്ല, ദൈവിക പാചകശാലകളിൽ നിന്ന് പകരുകയും ചെയ്യുന്നു. പാപപ്പൊറുതി വാഗ്ദാനം ചെയ്ത ശേഷം ജ്ഞാനം തുടർന്ന് സംസാരിക്കുന്നത് ഇതാണ്: നിയമാനുസൃതമായത് എന്ത്, നിയമാനുസൃതമല്ലാത്തതെന്ത്? ജ്ഞാനം കുറ്റപ്പെടുത്തുന്നു, പിടിച്ചു കുലുക്കുന്നു. കാർക്കശ്യം കൊണ്ടല്ല ഇപ്രകാരം ചെയ്യുന്നത്, രക്ഷിക്കണമെന്നുള്ള മാതൃസഹജമായ ഉത്കണ്ഠ നിമിത്തമാണ്. നിന്റെ ശിരസിനു മീതെ കുനിഞ്ഞിറങ്ങുന്ന സ്നേഹത്തിനെതിരെ നിന്റെ ഹൃദയകാഠിന്യം എത്ര അടഞ്ഞതും വഴക്കമില്ലാത്തതുമായി എത്രയേറെ പ്രാവശ്യം പ്രതിബന്ധമായി നിൽക്കുന്നു. സ്നേഹം നിന്നോട് സംസാരിക്കുമ്പോൾ എത്രയധികം തവണ നീ ഓടിപ്പോകുന്നു. എത്ര പ്രാവശ്യം നീ അതിനെ പരിഹസിക്കുന്നു, എത്ര പ്രാവശ്യം നീ അതിനെ വെറുത്തിരിക്കുന്നു. സ്നേഹത്തോട് നീ പെരുമാറുന്നത് പോലെ സ്നേഹം നിന്നോട് പെരുമാറിയിരുന്നെങ്കിൽ നിന്റെ ആത്മാവിന് ഹാ കഷ്ടം. നേരെ മറിച്ച് നോക്കൂ, നീ ഏറ്റവും കടുത്ത അന്ധകാരമുള്ള ഗുഹകളിൽ ഒളിച്ചാലും അത് നിന്റെ പക്കലെത്തും. എന്തുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ പോകാൻ നിശ്ചയിച്ചത്? ആ ഭവനത്തിൽ ഞാൻ ഒരത്ഭുതം ചെയ്യാതിരുന്നത് എന്തുകൊണ്ട്? എങ്ങനെ വർത്തിക്കണമെന്ന് അപ്പസ്തോലന്മാരെ പഠിപ്പിക്കാനാണ്. തങ്ങളുടെ വളരെ ഉന്നതമായ ചുമതല നിർവഹിക്കുന്നതിന് മുൻവിധികളെയും വിമർശനങ്ങളെയും എങ്ങനെ ചെറുക്കണമെന്നതും ലോകത്തിൻ്റെ കഴമ്പില്ലാത്ത രീതികളിൽ നിന്ന് എങ്ങനെ വിമുക്തരായിരിക്കണമെന്നും അവർ മനസ്സിലാക്കാനാണ് ഞാൻ അപ്രകാരം ചെയ്തത്. യൂദാസിനോട് ആ വാക്കുകൾ ഞാൻ പറഞ്ഞതെന്തുകൊണ്ട്? കാരണം അപ്പസ്തോലന്മാർ അപ്പോഴും വെറും മനുഷ്യരായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികളും വെറും മനുഷ്യരാണ്. ഭൂമിയിലുള്ള വിശുദ്ധരും അങ്ങനെ തന്നെ. അളവിൽ സ്വല്പം കുറവുണ്ടെന്ന് മാത്രം. പരിപൂർണരായ ആത്മാക്കളിലും സ്വല്പം മാനുഷികത അവശേഷിക്കുന്നുണ്ടാകും. എന്നാൽ അപ്പസ്തോലന്മാർ ഇനിയും പരിപൂർണരായിരുന്നില്ല. അവരുടെ മനസ്സിലാകെ മാനുഷികമായ യുക്തികളായിരുന്നു. ഞാൻ അവരെ ഉയർത്തി, എന്നാൽ മാനുഷികതയുടെ ഭാരം അവരെ താഴത്തേക്ക് വലിച്ചു. താഴേക്കിറങ്ങുന്നത് വളരെ കുറയ്ക്കുന്നതിനായി മുകളിലേക്ക് കയറാനുള്ള വഴിയിൽ ചില കാര്യങ്ങൾ വഹിക്കേണ്ടി വന്നു. അവർക്ക് നിൽക്കാനും നിന്ന് ധ്യാനിക്കാനും വിശ്രമിക്കാനും കൂടുതൽ ഉയരത്തിലേക്ക് കയറാൻ സാധിക്കുന്നതിനുമായിട്ടാണ് അത് ചെയ്തത്. ഞാൻ ദൈവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും അവർക്ക് കൊടുക്കണമായിരുന്നു. അതായത് അവരുടെ ആന്തരിക സ്ഥിതിയെക്കുറിച്ചുള്ള അറിവ്, പഞ്ചഭൂതങ്ങളിന്മേലുള്ള അധികാരം, അത്ഭുതങ്ങൾ, രൂപാന്തരീകരണം, ഉത്ഥാനം, സാർവത്രിക സാന്നിധ്യം. അന്ത്യ അത്താഴമുറിയിലായിരുന്നപ്പോൾ തന്നെ ഞാൻ എമ്മാവുസിലേക്കുള്ള റോഡിലുണ്ടായിരുന്നു. ആ സാന്നിധ്യത്തിൻ്റെ സമയം, രണ്ടിടത്തും എൻ്റെ സാന്നിധ്യമുണ്ടായ സമയം അപ്പസ്തോലന്മാരുടെയും ശിഷ്യരുടെയും വലിയ ചർച്ചാവിഷയമായി. അവരെ അത് വളരെ ആഴമായി സ്പർശിച്ചു. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ ചരിക്കുവാൻ ശക്തിയായി പ്രേരിപ്പിച്ചു. മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്ന യൂദാസ് ഒഴികെ മറ്റ് 11 പേരോടുമാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ദൈവമാണെന്നുള്ള കാര്യം അവർക്ക് വളരെ വ്യക്തമാക്കി കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി. അത് അഹങ്കാര നിമിത്തമായിരുന്നില്ല, അവരുടെ രൂപീകരണത്തിന് അത് ആവശ്യമായിരുന്നതുകൊണ്ടാണ്. ഞാൻ വെറും ദൈവവും ഗുരുവുമായിരുന്നു. ആ വാക്കുകൾ എന്നെ ശരിക്കും നിർവചിക്കുന്നു. അതിമാനുഷികമായ ഒരു ശക്തിയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഒരു പുണ്യം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അതായത് നമ്മൾ ഹൃദയത്തിൽ പോലും തിന്മ പറയരുത്. കാരണം ദൈവം കാണുന്നു. ദൈവം താണിറങ്ങി ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ഒരു ഹൃദയം കാണണം. ആ വീട്ടിൽ എന്തുകൊണ്ടാണ് ഞാൻ അത്ഭുതം പ്രവർത്തിക്കാതിരുന്നത്?
ദൈവസാന്നിധ്യം പരിശുദ്ധമായ ഒരു പരിതസ്ഥിതി ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവരും അറിയാനാണ്. ദൈവത്തിൻ്റെ ഉദാത്തമായ മഹിമയോടുള്ള ആദരവ് അതാവശ്യപ്പെടുന്നു. അവിടെ വെച്ച് ഞാൻ അത്ഭുതം ചെയ്യാതിരുന്നത് അവളോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് നിമിത്തവുമാണ്. എൻ്റെ അധരങ്ങൾ കൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചല്ല, ആഴമേറിയ ഒരു ഭാഷയിൽ അവളുടെ ആത്മാവിനോട് ഇങ്ങനെ പറയാനാണ്: നികൃഷ്ടേ, നോക്കൂ, നിന്റെ അടുത്ത് വരുന്നതെല്ലാം ദുഷിച്ചു പോകത്തക്ക വിധം നീ അത്രയധികം അഴുക്ക് നിറഞ്ഞവളാണ്. ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത്ര ദുഷിച്ചവളാണ് നീ. അവനേക്കാൾ ദുഷിച്ചത് നീയാണ്. കാരണം നീയാണ് ഹവ്വായുടെ പാപം ആവർത്തിച്ചുകൊണ്ട് നിന്റെ പഴം അനേകം ആദാമുകൾക്ക് നൽകുന്നത്. അങ്ങനെ അവരെ പ്രലോഭിപ്പിക്കുകയും അവരുടെ സ്വന്തം കടമകളെ ഉപേക്ഷിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. നീ സാത്താൻ്റെ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ അവളെ സാത്താൻ എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് അവൻ്റെ നിരാശ പൂണ്ട അമ്മയെ ഞാൻ അനുവദിക്കാതിരുന്നത്? കാരണം വെറുപ്പിനെയും പരിഹാസത്തെയും ന്യായീകരിക്കാൻ ഒന്നിനും സാധ്യമല്ല. ദൈവം നമ്മോടുകൂടെ ആയിരിക്കണമെങ്കിൽ അതിന് ഒന്നാമതായിട്ടുള്ള വ്യവസ്ഥ ആരോടും നമുക്ക് അപ്രീതി ഉണ്ടാകരുത്, എല്ലാവർക്കും ക്ഷമ നൽകണം എന്നതാണ്. രണ്ടാമത്തെ വ്യവസ്ഥ നമ്മളും നമ്മൾക്കുള്ളവരും പാപികളാണെന്ന് അംഗീകരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടാൽ മാത്രം പോരാ. മൂന്നാമത്തെ വ്യവസ്ഥ കൃപാവരം ലഭിച്ചു കഴിയുമ്പോൾ അതിനോട് വിശ്വസ്തതയും നന്ദിയും കാണിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് നിത്യപിതാവിനോടുള്ള നീതിയുടെ പ്രവൃത്തിയാകുന്നു. കൃപാവരം ലഭിച്ച ശേഷവും നായ്ക്കളേക്കാൾ നികൃഷ്ടരായി വർത്തിക്കുന്നവർക്ക് കഷ്ടം. മൃഗങ്ങൾ തങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരോട് നന്ദി കാണിക്കും. ഇവർ മൃഗങ്ങളെക്കാൾ ഹീനരാകുന്നു. മേരി മഗ്ദലനയോട് ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവൾ ഒരു പ്രതിമയായിരുന്നാൽ എന്ന പോലെ ഒരു നിമിഷത്തേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ഞാൻ നടന്നു മാറി. രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ജീവനുള്ളവരുടെ പക്കലേക്ക് ഞാൻ പോയി. വളരെ അശ്രദ്ധമെന്ന് തോന്നത്തക്ക വിധത്തിലാണ് അവളോട് ഞാൻ വർത്തിച്ചത്. ഒരു കഷണം മാർബിൾ എന്ന പോലെയോ മരിച്ചുപോയ ഒരു വ്യക്തി എന്ന പോലെയോ ആണ് അവളോട് ഞാൻ വർത്തിച്ചത്. എന്നാൽ രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആ പാവപ്പെട്ട ആത്മാവിനെ ലക്ഷ്യം വയ്ക്കാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ എന്നിൽ നിന്നുണ്ടായില്ല. അവസാനം ഞാൻ പറഞ്ഞ വാക്കുകൾ: ഞാൻ ആരെയും നിന്ദിക്കുന്നില്ല, നിങ്ങൾ ആരെയും നിന്ദിക്കരുത്, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറൊന്നും ചെയ്യേണ്ട. ഒരു പൂമാലയുടെ അറ്റങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടുന്നത് പോലെ മലയിൽ വച്ച് ഞാൻ പറഞ്ഞ വാക്കുകളോട് ചേർക്കേണ്ടതാണ്. ദ്വേഷത്തേക്കാൾ ഉപകാരപ്രദം ക്ഷമിക്കുന്നതാണ്. സഹതാപം കാർക്കശ്യത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഈ വാക്കുകൾ നികൃഷ്ടയായ ആ സാധുവിനെ കുളിർമ നൽകുന്ന വെൽവെറ്റ് തുണി കൊണ്ട് പൊതിഞ്ഞു. നന്മയുടെ സുഗന്ധവും അതിൽ നിന്നുയർന്നു. സാത്താന്റെ നിഷ്ഠൂരമായ ക്രൂരതയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ദൈവത്തിന് സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നതെന്നും പാപത്തിന്റെ ദുർഗന്ധത്തോട് താരതമ്യം ചെയ്താൽ സ്വർഗീയ സൗരഭ്യം എത്ര മാധുര്യമേറിയതാണെന്നും പൈശാചികമായി കൈയടക്കി വയ്ക്കപ്പെടുന്നതിനേക്കാൾ പരിശുദ്ധമായി സ്നേഹിക്കപ്പെടുന്നതും എത്ര സ്വതന്ത്രവും ആശ്വാസദായകവുമാണെന്നും അവൾക്ക് അനുഭവവേദ്യമായി തുടങ്ങി. നോക്കൂ, ദൈവത്തിൻ്റെ ഹിതം എത്ര മിതത്വത്തോടെയാണ് വർത്തിക്കുന്നതെന്ന്. ഉടനടിയുള്ള മാനസാന്തരം നിർബന്ധിക്കുന്നവനല്ല ദൈവം. ഒരു ഹൃദയത്തിൽ നിന്ന് ഉടനടി അങ്ങേയറ്റം പ്രതീക്ഷിക്കുന്നുമില്ല. കാത്തിരിക്കാൻ അവൻ തയ്യാറാണ്. കാത്തിരുന്ന് തൃപ്തനാകുന്നവനാണ്. വഴിതെറ്റിയ സ്ത്രീ നേർവഴിയിലെത്തുന്നതിനായി, സമനില തെറ്റിയ സ്ത്രീക്ക് സുബോധം വീണ്ടുകിട്ടുന്നതിനായി അവൻ കാത്തിരിക്കുന്നു. നിരാശയിലാണ്ട അമ്മ അവൾക്ക് ക്ഷമ കൊടുക്കാമെന്ന് പറയുന്നത് കൊണ്ട് അവൻ സംതൃപ്തനാണ്. നിനക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് മാത്രമേ ഞാൻ അവളോട് ചോദിച്ചുള്ളൂ. മനുഷ്യരുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഞാൻ എത്രയധികം ചോദ്യങ്ങൾ അവളോട് ചോദിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഞാൻ ദൈവികമായ രീതിയിലാണ് നിങ്ങളുടെ ശക്തി അളക്കുന്നത്. മനസ്സ് തകർന്നിരുന്ന ആ അമ്മ ക്ഷമിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു വൻ വിജയമാണ്. അതുമാത്രമേ ഞാൻ ആ സമയം അവളോട് ആവശ്യപ്പെട്ടുള്ളൂ. അവളുടെ മകനെ തിരിച്ചു കൊടുത്ത ശേഷം ഞാൻ അവളോട് പറഞ്ഞത്:
പരിശുദ്ധമായിരിക്കുക, നിന്റെ ഭവനവും പരിശുദ്ധമാക്കി സൂക്ഷിക്കുക എന്നാണ്. എന്നാൽ വേദനയുടെ ആധിക്യം അവളുടെ മനസ്സിനെ തകർത്തിരുന്ന സമയത്തും കുറ്റവാളിയോട് ക്ഷമിക്കണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അന്ധകാരത്തിൽ ഇരുന്നിട്ട് വെളിച്ചത്തിലേക്ക് കഷ്ടിച്ചു വരാൻ ആരംഭിക്കുക മാത്രം ചെയ്തിട്ടുള്ളവരോട് ഉടനടി എല്ലാം ചെയ്യാൻ ആവശ്യപ്പെടരുത്. ആ അമ്മ പിന്നീട് പരിപൂർണ പ്രകാശത്തിലേക്ക് വരും. മരുമകളെയും കുട്ടികളെയും ആ പ്രകാശത്തിലെത്തിക്കും. തൽക്കാലത്തേക്ക് പ്രകാശത്തിൻ്റെ ആദ്യ കതിരുകൾ മാത്രം കണ്ണീരുകൊണ്ട് കാഴ്ചയില്ലാതിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ എത്തിച്ചാൽ മതി. അതായത് ദൈവത്തിൻ്റെ ദിനം ആരംഭിക്കുന്ന ക്ഷമ എന്ന പുലരി. അവിടെ സന്നിഹിതരായിരിക്കുന്ന ഒരാൾ മാത്രം. യൂദാസിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പസ്തോലന്റെ അധ്വാനമെല്ലാം നിഷ്ഫലമാക്കുന്ന ആരെങ്കിലും എപ്പോഴും കാണും. എന്നാൽ അപ്രകാരമുള്ള പരാജയ നിമിത്തം നിങ്ങൾ മനസ്സിടിവുള്ളവരാകരുത്. അപ്പസ്തോലൻ എല്ലാം നേടുന്നയാളാണെന്ന് ഭാവിക്കരുത്. അയാൾക്കെതിരെ പൊരുതുന്ന അനേകം ശത്രുശക്തികളുണ്ട്. പല പേരുകളാണവയ്ക്കുള്ളത്. നീരാളിയുടെ കാലുകൾ കൊണ്ടെന്ന പോലെയുള്ള അവരുടെ പിടിയിൽ നിന്ന് നിങ്ങൾ വിടുവിച്ച ഇരയെ അവർ അള്ളിപ്പിടിക്കും. എങ്കിലും അപ്പസ്തോലന് പ്രതിസമ്മാനമുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോകുകയില്ല, കാരണം എനിക്കറിയാം അവിടെ ഒരുത്തരെയും മാനസാന്തരപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുന്ന അപ്പസ്തോലൻ ഹാ കഷ്ടം. ഇയാൾ വളരെ വില കുറഞ്ഞ അപ്പസ്തോലനാണ്. 1000 ഒരാൾ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂവെങ്കിലും അവിടേക്ക് പോകണം. അവൻ്റെ ആ ദിവസത്തെ അധ്വാനം 1000 പേരും രക്ഷിക്കപ്പെട്ടാൽ എന്ന പോലെ ഫലദായകമായിരിക്കും. കാരണം ആ ഒരുവനെ പ്രതി തനിക്ക് ചെയ്യാമായിരുന്ന സകലതും അയാൾ ചെയ്തു. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇനി ഇതും ഓർത്തുകൊള്ളണം. ചിലപ്പോൾ മാനസാന്തരം ഉണ്ടാക്കുവാൻ അപ്പസ്തോലനെ കൊണ്ട് സാധിക്കില്ല. കാരണം മാനസാന്തരം ആവശ്യമുള്ള മനുഷ്യനെ സാത്താൻ ശക്തിയായി പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിനെതിരെ അപ്പസ്തോലന്റെ ശക്തി പോരാതെയാണിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇടപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ദൈവത്തേക്കാൾ വലിയവരാര്? അപ്പസ്തോലൻ നന്നായി അഭ്യസിക്കേണ്ട വേറൊരു കാര്യം സ്നേഹമാണ്. ശരിക്കും നല്ല സ്നേഹം. സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന രഹസ്യ സ്നേഹമല്ല. നല്ല സഹോദരന്മാർക്ക് രഹസ്യ സ്നേഹം മതിയാകും. എന്നാൽ അപ്പസ്തോലൻ ദൈവത്തിൻ്റെ പണിക്കാരനാണ്. അയാൾ പ്രാർത്ഥന മാത്രം മതി എന്ന് പരിധി വയ്ക്കരുത്. അയാൾ പ്രവർത്തിക്കണം. വലിയ സ്നേഹം കൊണ്ട് പ്രവർത്തിക്കണം. കാർക്കശ്യം അപ്പസ്തോല വേലയെ മരവിപ്പിച്ചു കളയുന്നു. പ്രകാശത്തിലേക്കുള്ള ആത്മാക്കളുടെ നീക്കത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് കാർക്കശ്യമല്ല, സ്നേഹം. ദുഷ്ടവികാരങ്ങളുടെ ആളിക്കത്തലിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന കത്താത്ത തുണി സ്നേഹമാണ്. മാനുഷികവും സാത്താൻ്റേതുമായ ദുഷിപ്പുകൾ നിന്നിലേക്ക് പ്രവേശിച്ച് നിന്നെ ദുഷിപ്പിക്കാതെ കാത്തു സംരക്ഷിക്കുന്ന കട്ടികൂടിയ സത്താണ് സ്നേഹം. ഒരാത്മാവിനെ നേടുന്നതിന് അതിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ പഠിക്കണം. ഒരാത്മാവിൻ്റെ മേൽ വിജയിക്കുന്നതിന് സ്നേഹിക്കാൻ അതിനെ അഭ്യസിപ്പിക്കണം. ദൈവത്തെ സ്നേഹിക്കാനും പകരമായ അതിൻ്റെ ചപല സ്നേഹങ്ങൾ നിരാകരിക്കാനും സഹായിക്കണം. ഞാൻ മേരിയുടെ ആത്മാവിനെ നേടാൻ ആഗ്രഹിച്ചു. എൻ്റെ കൊച്ചു ജോണെ, നിന്നോട് ഞാൻ വർത്തിച്ചതുപോലെ ഒരധ്യാപകനെ പോലെ സംസാരിക്കുകയില്ല. അവളോട് ഞാൻ ചെയ്തത്, അവളെ അന്വേഷിച്ച് പാപത്തിൻ്റെ വഴികളിലേക്ക് ഞാൻ താണിറങ്ങി. എൻ്റെ സ്നേഹം കൊണ്ട് അവളെ ഞാൻ പിന്തുടരുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ദയാർദ്രമായ ഒരു പീഡനം. പരിശുദ്ധനാകുന്ന ഞാൻ അശുദ്ധിയാകുന്ന അവളെ പിന്തുടർന്നു. എവിടെ അശുദ്ധിയായിരുന്നോ അവിടെ എത്തി. എന്നെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഇടർച്ചയുണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടില്ല. എനിക്ക് ഇടർച്ചയൊന്നും ഉണ്ടാകുകയില്ല. കാരണം ഞാൻ കരുണയാകുന്നു. കാരുണ്യം പാപം കണ്ട് കരയുന്നു. എന്നാൽ അത് നിമിത്തം ഇടർച്ചയുണ്ടാകുന്നില്ല. ഇടർച്ചയെന്ന മറയുടെ പിന്നിൽ പതിഞ്ഞിരുന്ന് ഒരാത്മാവിനെ കൈവിട്ട് കളയുന്ന ഇടയന് ദുരിതം. ശരീരത്തെക്കാൾ എളുപ്പം ഉയരുന്നത് ആത്മാവാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദയാപൂർവമായ ഈ വാക്കുകൾ, എൻ്റെ സഹോദരി, നിന്റെ തന്നെ നന്മയ്ക്കായി നീ എഴുന്നേൽക്കൂ.
മിക്കപ്പോഴും അത്ഭുതം തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? മറ്റുള്ളവരുടെ ഇടർച്ചയെക്കുറിച്ച് എനിക്ക് ഭയമില്ലായിരുന്നു. എൻ്റെ പ്രവൃത്തി ദൈവതൃക്കണ്ണുകളിൽ നീതീകരിക്കപ്പെട്ടിരുന്നു. നല്ല നല്ല ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. ദുഷിച്ച മനസ്സുള്ള ഒരു മനുഷ്യൻ, തിന്മ ഉള്ളിൽ തിളച്ചു മറിയുന്നവർ, അഴിമതി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് അത് വെളിയിലേക്ക് ആവിയായി വിട്ടുകൊണ്ടിരിക്കുന്നവൻ ഒരു പ്രാധാന്യവും ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള ഒരുവൻ ദൈവത്തിൽ പോലും കുറ്റം കണ്ടുപിടിക്കും. അവന് കുറ്റമില്ലാത്തവനായി പരിപൂർണനായി താൻ മാത്രമേയുള്ളൂ. അതിനാൽ അങ്ങനെയുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചതേയില്ല. ഒരാത്മാവിൻ്റെ രക്ഷയ്ക്കായുള്ള വേലയിലെ 3 ഘടകങ്ങൾ ഇവയാണ്. 1. വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരിക്കണം. അപ്പോൾ നിശബ്ദമാക്കാനുള്ള എതിർപ്പുണ്ടാകുമോ എന്ന് ഭയപ്പെടാതെ സംസാരിക്കാൻ കഴിയും. ഒരു ജനസമൂഹത്തോട് മുഴുവൻ സംസാരിക്കാൻ കഴിയത്തക്ക വിധം സത്യസന്ധമായി സംസാരിക്കണം. നമ്മുടെ മൗതികമായ വള്ളത്തിനു ചുറ്റും കൂടിയിരിക്കുന്നവരോട് പറയുന്ന വാക്കുകൾ തിരമാലയുടെ വലയങ്ങളിലൂടെ ദൂരെ ദൂരം പോയി ചെളി പിടിച്ച തീരങ്ങളിലും എത്തും. സത്യം അറിയാൻ ആഗ്രഹിക്കാത്തവർ ആ ചെളിക്കുണ്ടിൽ കിടക്കുകയായിരിക്കും. കട്ട പിടിച്ച ഭൂമിയെ പൊട്ടിച്ച് പൊടിച്ച് വിത്ത് സ്വീകരിക്കാൻ അതിനെ ഒരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി. അത് ചെയ്യുന്നവനും അത് സ്വീകരിക്കുന്നവനും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള പണി. കാരണം വാക്കുകൾ മൂർച്ചയുള്ള കലപ്പ പോലെ ശ്രോതാവിനെ മുറിപ്പെടുത്തണം. എങ്കിലേ അവൻ്റെ ഹൃദയം തുറക്കുകയുള്ളൂ. ഞാൻ ഗൗരവമായി പറയുന്നു, ഒരു നല്ല അപ്പസ്തോലന് ദുഃഖമുണ്ട്. അയാളുടെ ഹൃദയം രക്തം ചൊരിയുന്നുണ്ടാവും. മറ്റൊരാളെ തുറവിയുള്ളവനാക്കാൻ ദുഃഖിപ്പിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ചിന്ത നിമിത്തം. എന്നാൽ ആ ദുഃഖം വളരെ ഫലദായകമാണ്. ഒരപ്പസ്തോലൻ്റെ കണ്ണീരും രക്തവും നിമിത്തം പാഴ്ഭൂമി വളഭൂമിയായിത്തീരും. രണ്ടാമത്തെ മാർഗം ഇതാണ്. സ്വന്തം ദൗത്യത്തെക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലാതെ സ്ഥലം വിടുന്ന അപ്പസ്തോലൻ്റെ സ്ഥാനത്ത് ആ ജോലി ഏറ്റെടുക്കണം. കളകൾ വേരോടെ പറിച്ച് നശിപ്പിക്കാൻ പുറം പൊട്ടുന്ന വിധം ജോലി ചെയ്യേണ്ടി വരും. മുള്ളുകളും തറഞ്ഞു നിൽക്കുന്ന പുല്ലും എല്ലാം നീക്കി സ്ഥലം തെളിച്ച് ഉഴവു നടത്തി ദൈവത്തിൻ്റെ ധാരാളമായ കൃപാവരവും ശക്തിയും സൂര്യപ്രകാശം പോലെ ആ സ്ഥലത്ത് പതിക്കാൻ അധ്വാനിക്കണം. അതേസമയം തന്നെ ഒരു ജഡ്ജിയെയും ഡോക്ടറെയും പോലെ കാഠിന്യവും കാരുണ്യവും കാണിക്കുകയും ആത്മാവിന് അതിൻ്റെ തകർച്ചയിൽ നിന്ന് ഉയർന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിയുന്നതുവരെ നിശ്ചയദാർഢ്യത്തോടെ കാത്തിരിക്കുകയും വേണം. മൂന്നാമത്തെ ഉപാധി, ഹൃദയത്തിൽ അനുതപിച്ച് ലജ്ജയോടുകൂടെ തന്നെ ഓടിച്ചു വിടുമോ എന്ന് പേടിച്ച് കുറ്റങ്ങളോർത്ത് കരഞ്ഞ് അപ്പസ്തോലൻ്റെ പക്കലേക്ക് ഒരാത്മാവ് വരുമ്പോൾ അപ്പസ്തോലൻ്റെ ഹൃദയം സമുദ്രത്തേക്കാൾ വിശാലമായിരിക്കണം. ഒരമ്മയുടെ ഹൃദയത്തേക്കാൾ ശാന്തതയുള്ളതായിരിക്കണം. ഒരു വധുവിൻ്റേതിനേക്കാൾ സ്നേഹമയമായിരിക്കണം. ആ ഹൃദയം പൂർണ്ണമായി തുറന്ന് കാരുണ്യത്തിൻ്റെ അലമാലകൾ അതിൽ നിന്ന് ഇടതടവില്ലാതെ ഒഴുക്കണം. സ്നേഹം തന്നെയായ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആത്മാക്കളോട് പറയേണ്ട വാക്കുകൾ നിനക്ക് എളുപ്പത്തിൽ കിട്ടും. ദൈവമായിരിക്കും നിന്നിൽ സംസാരിക്കുന്നതും. തേൻകൂട്ടിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നത് പോലെ, കുപ്പിയിൽ നിന്ന് തൈലം ഊറുന്നത് പോലെ സ്നേഹം ഉണങ്ങി വരണ്ട അധരങ്ങൾ ഉതിരും. അത് മുറിവേറ്റ ആത്മാക്കളിലേക്ക് പകർന്ന് അവർക്ക് ആശ്വാസവും ഔഷധവുമായി ഭവിക്കും. ആത്മാക്കളുടെ ഭിഷഗ്വരന്മാരായ നിങ്ങൾ പാപികളാൽ സ്നേഹിക്കപ്പെടാൻ ശ്രമിക്കണം. വേറൊരു ഭക്ഷണവും ഇനി അവർ അന്വേഷിക്കാൻ ഇടയാകാത്ത വിധത്തിൽ സ്വർഗീയ സ്നേഹത്തിനായി അവർ ദാഹിക്കട്ടെ. നിങ്ങളുടെ കാരുണ്യത്തിൽ വലിയ ആശ്വാസം അവർക്ക് അനുഭവവേദ്യമാകുമ്പോൾ അവരുടെ എല്ലാ മുറിവുകൾക്കും ആശ്വാസം അതിൽ തേടും. നിങ്ങളുടെ സ്നേഹം എല്ലാ ഭയത്തിൽ നിന്നും അവരെ സ്വതന്ത്രരാക്കട്ടെ. കാരണം ഇന്നത്തെ ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ ഭയപ്പെടുന്നവൻ ശിക്ഷ പ്രതീക്ഷിക്കുന്നു. ഭയപ്പെടുന്ന എല്ലാവരും സ്നേഹത്തിൽ ഇപ്പോഴും അപൂർണരാണ്. മറ്റുള്ളവർ ഭയപ്പെടാൻ കാരണമാകുന്നവരും പൂർണ്ണരല്ല. നീ എന്താണ് ചെയ്യുന്നത്? ദൂരെ പോകൂ. നല്ല സ്നേഹം നിനക്ക് രുചിക്കയില്ല എന്നിത്യാദി വാക്കുകളൊന്നും പറയരുത്.
നേരെ മറിച്ച് എൻ്റെ നാമത്തിൽ ഇങ്ങനെ പറയൂ: സ്നേഹിക്കുക, ഞാൻ നിന്നോട് ക്ഷമിക്കാം. വരൂ, ഈശോയുടെ കരങ്ങൾ നിന്നെ സ്വീകരിക്കാൻ നീട്ടിയിരിക്കുന്നു. മാലാഖമാരുടെ ഈ അപ്പവും ഈ വചനവും ആസ്വദിക്കുക. നരകത്തിലെ കൂവലും സാത്താന്റെ പരിഹാസവും വിസ്മരിക്കുക. മറ്റുള്ളവരുടെ ബലഹീനതകൾ വഹിക്കൂ. ഒരപ്പസ്തോലൻ തൻ്റെ തന്നെയും മറ്റുള്ളവരുടെയും ബലഹീനതകൾ വഹിക്കണം. തൻ്റെയും മറ്റുള്ളവരുടെയും കുരിശുകളും വഹിക്കണം. മുറിവേറ്റ ആടിനെയും തോളിൽ വഹിച്ചുകൊണ്ട് എൻ്റെ പക്കലേക്ക് വരുന്ന വഴിയിൽ ഇങ്ങനെ പറയൂ: എല്ലാം അവിടുന്ന് ഇപ്പോൾ മറന്നിട്ടുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി മാത്രം. നിന്നെ കാത്തിരിക്കുന്ന അവൻ്റെ പക്കലെത്തിക്കാനുള്ള ഒരു പാലം മാത്രമാണ് ഞാൻ. അനുതാപക്കണ്ണീരിൻ്റെ പുഴയുടെ മറുകരയിലാണ് അവൻ നിന്നെ കാത്തിരിക്കുന്നത്. നിന്നെ വിശുദ്ധമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവൻ നയിക്കും. അവ ഭൂമിയിൽ ആരംഭിച്ച് സ്വർഗത്തിലേക്ക് നീണ്ട് പരന്നു കിടക്കുന്നു. ആനന്ദസംദായകമായ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന, പോഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ പുൽമേടുകൾ ഇതിൻ്റെ വ്യാഖ്യാനം തരുന്നു. നല്ലിടയനോട് വിശ്വസ്തരായ ആത്മാക്കൾക്ക് ഇത് അത്ര പ്രസക്തമല്ല. എന്നാൽ എൻ്റെ കൊച്ചു മണവാട്ടി, ഈ വാക്കുകൾ നിന്റെ ആത്മീയ പിതാവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശം അവനിൽ വർദ്ധിക്കുകയും അവൻ്റെ വിധികൾ നന്മയിലേക്ക് വരാൻ അനേകർക്ക് പ്രേരകമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ സ്വർഗീയ മഞ്ഞുതുള്ളിയാകും ചൂഴ്ന്നിറങ്ങുകയും പോഷിപ്പിക്കുകയും ചെയ്ത് വാടിയ പൂക്കളെ അത് വീണ്ടും ജീവനുള്ളവയാക്കി നേരെ നിർത്തും. നിങ്ങളുടെ ശിരസ്സുകൾ ഉയർത്തൂ, സ്വർഗം മുകളിലാണ്. സമാധാനത്തിൽ പോകുക. മേരി, കർത്താവ് നിന്നോടുകൂടെ.